കഴിഞ്ഞ ദിവസം US മാർക്കറ്റ് മികച്ച പെർഫോമൻസ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഒട്ടുമിക്ക ഏഷ്യൻ ഇൻഡിസസുകളും പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ഇത് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് കാരണമായേക്കാം. കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് 0.14, S&P 0.28% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സ് 0.67, CSE 0.10, ഫഡ്സെ 0.36% ഉയർന്നിരുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.26% ഉയർന്ന് $74 പെർ ബാരൽ എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 404 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1022 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഡിസ്കൗണ്ട് സെല്ലിംഗ് നടക്കുകയാണ്. കമ്പനി QIP വഴി 7500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. 109 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഖവഡ പ്രോജക്റ്റ് ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ലോവസ്റ്റ് ബിഡറായി പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന കമ്പനി സെലക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കോഡ ആട്ടോ വോക്സ് വാഗൺ ഇന്ത്യ എന്ന കമ്പനിയെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പ് പർച്ചേസ് ചെയ്തേക്കും എന്നുള്ള ഒരു റൂമർ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം എമാൻഡം എന്ന സ്റ്റോക്ക് ഉയർന്നിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും എമാൻഡം എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡ് 1600 മെഗാവാട്ട് ശേഷിയുള്ള ബ്രൗൺഫീൽഡ് തെർമൽ പ്രോജക്റ്റ് നിർമ്മിക്കാനുള്ള കോൺട്രാക്റ്റ് കോൾ ഇന്ത്യ എന്ന കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചായിരിക്കും ഈ പ്രോജക്റ്റ് കോൾ ഇന്ത്യ എക്സിക്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് റിലയൻസ് പവർ പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി 1525 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. GR ഇൻഫ്ര പ്രോജക്റ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. നാഗ്പൂർ മെട്രോ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ലോവസ്റ്റ് ബിഡറായി GR ഇൻഫ്ര പ്രോജക്റ്റ് എന്ന കമ്പനി സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ BGR എനർജി സിസ്റ്റം എന്ന കമ്പനിക്ക് ചെന്നൈ വാട്ടർ ബോർഡിൽ നിന്നും 440 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചു. ഗുജറാത്തിൽ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഭാരതി എയർടെൽ എന്ന കമ്പനി ദിവസവും 8 പുതിയ സെല്ലുലാർ ടവർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്ട്രെസ്ഡ് ലോൺ പോർട്ട്ഫോളിയോ ഉള്ള സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ എന്ന കമ്പനി അതിൻ്റെ സ്ട്രെസ്ഡ് ലോൺ പോർട്ട്ഫോളിയോ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് സെൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. തങ്കമയിൽ ജ്വല്ലറി എന്ന കമ്പനി ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് സെപ്റ്റംബർ 26 വിളിച്ചിട്ടുണ്ട്. സിയൻറ്റ് എന്ന കമ്പനി സിയൻറ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന പേരിൽ UAE ഒരു സബ്സിഡറി ഓപ്പൺ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.